ഹായ്, അപ്പോഴേ ഞാൻ കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ മുട്ടയൊക്കെ ഒരുപാട് മേടിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ആ കൂർത്ത സ്ഥലം ഉണ്ടല്ലോ, ആ കൂർത്ത ഭാഗം താഴെ വരത്തക്ക രീതിയിൽ വെക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് 2 മാസത്തോളം നമുക്ക് മുട്ടയൊക്കെ ചീത്തയാവാതെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. കൂർത്ത ഭാഗം താഴെ വരണം, കണ്ടോ. അതുപോലെ നമ്മൾ മുട്ട ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേന് മുട്ടയുടെ എന്തായാലും മുട്ടയ്ക്കകത്ത് അഴുക്ക് കാണും, കണ്ടോ. അപ്പോൾ ഇത് ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം മുട്ട സൂക്ഷിക്കാൻ ഒന്നുകൂടെ ഒരുപാട് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ലോണം കഴുകിയതിന് ശേഷം, കണ്ടോ, അഴുക്ക് കണ്ടോ, നല്ല കഴുകിയതിന് ശേഷം നല്ല കോട്ടൺ തുണി വെച്ചൊന്ന് തുടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ആ മുട്ടയിലെ അണുക്കളൊക്കെ മറ്റുള്ള സാധനത്തിലൊക്കെ കയറി പിടിക്കും. അടുത്തതായിട്ട് നമ്മളിത് ഇതേപോലെ നാരങ്ങ മേടിച്ച് വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പച്ചയും പഴുത്തയും ആയിട്ടുള്ള 2 സൈസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ച നാരങ്ങ ഫ്രിഡ്ജിൽ വെക്കാതെ കുറച്ച് ദിവസം പുറത്ത് വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും. നമ്മൾ ഒന്നിച്ച് വെച്ചാൽ ആ പച്ച നാരങ്ങ പെട്ടെന്ന് പഴുത്ത് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അതെ, ഞാൻ ഇപ്പോൾ 2ആയിട്ട് വെച്ചിരിക്കുക, പച്ചയും പഴുത്തയും സെപ്പറേറ്റ് വെച്ചിരിക്കുക. അപ്പോൾ പച്ച നമ്മൾ പുറത്ത് വയ്ക്കുക, പഴുത്തത് ഫ്രിഡ്ജിലും വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ എത്ര ദിവസം വെച്ചാലും അതേപോലെ തന്നെ പച്ചയ്ക്ക് ഇരിക്കും. അപ്പോൾ നമുക്ക് പിഴിഞ്ഞാൽ നീര് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നീര് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ടൈലിനകത്ത് ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മൾ പിഴിയുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിനകത്ത് ചാറിറങ്ങി കിട്ടുമേ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പച്ച മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാരങ്ങ ഒരുപാട് മേടിച്ച് വെക്കുമ്പോഴത്തേന് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണ കയ്യിൽ, ഒരു സ്വല്പം മാത്രം മതി കേട്ടോ, വെളിച്ചെണ്ണ കയ്യിലൊന്നാക്കിയിട്ട് നാരങ്ങ ഒന്ന് ഉരുട്ടി വെക്കുകയാണെങ്കിൽ നാരങ്ങ കേടാവാതെയും അതേപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ, പച്ച ഞാൻ പ്രത്യേകിച്ച് എടുത്തിട്ടുണ്ട്, കാരണം അത് നമുക്ക് പുറത്ത് വയ്ക്കാനാണ്. പഴുത്ത നാരങ്ങ മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ചാറൊട്ടും കിട്ടത്തില്ല. കാരണം ഫ്രിഡ്ജിൽ ഇരുന്നാലത് പഴുക്കത്തില്ല കേട്ടോ നാരങ്ങ. അടുത്തതായിട്ട് നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ ഇതുപോലെ റേഷനരി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ തിളച്ച് ഊറ്റിയതിന് ശേഷം നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഊറ്റുക കേട്ടോ. അപ്പം അരി നല്ല ചോറായി വരുമ്പോഴത്തേനും നല്ല ഫ്രഷായിട്ടിരിക്കും. അടുത്തതായിട്ട് നമ്മളിത് ഇതേപോലെ കത്തികളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇതുപോലത്തെ ഒരു കപ്പുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നമ്മൾ കത്തികളൊക്കെ കുത്തി വയ്ക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ പേസ്റ്റ് എടുത്ത കവറൊക്കെ ഉണ്ടെങ്കിൽ, വലിയ കവറുണ്ടല്ലോ, അതിനകത്ത് ഇതുപോലെ കത്തികളൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ കുത്തി വയ്ക്കുക, എത്ര കത്തി വേണമെങ്കിലും നമുക്ക് അതിനകത്തോട്ട് വയ്ക്കാനായിട്ട് പറ്റും ഉണ്ടോ. ഇപ്പോൾ ഇതുപോലെ പേസ്റ്റിൻ്റെ കവർ കളയാതെ സൂക്ഷിച്ചാൽ നമുക്കിതുപോലെ കത്തികളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഒതുങ്ങിയിരിക്കും അടുക്കളയിൽ, പെട്ടെന്ന് നമുക്ക് എടുക്കുകയും ചെയ്യാൻ, താഴെ വീഴത്തില്ല. കുട്ടികളെ പേടിക്കണ്ട. ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി വെക്കാനായിട്ട് പറ്റും. അടുത്തായിട്ട് നമ്മളിതുപോലെ സാമ്പാർ അല്ലെങ്കിൽ കടലക്കറി എന്തെങ്കിലുമൊക്കെ വേവിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഉള്ളിക്കറി ഉള്ളിമുട്ട റോസ്റ്റൊക്കെ വയ്ക്കുമ്പോഴത്തേനും നമുക്ക് മുട്ട പ്രത്യേകിച്ച് നമ്മൾ കുക്കറിനകത്തൊക്കെ അടിച്ച് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ അതിൻ്റെ മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കുക്കറിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസിൽ ലാഭമാകും. ഒരു ഡപ്പയിൽ സെപ്പറേറ്റ് വെള്ളം എടുത്തിട്ട് എത്ര മുട്ടയുണ്ടോ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കുക. അപ്പോൾ ഞാനൊരു കൊച്ചു ഡപ്പയാണ് എടുത്തിരിക്കുന്നത്, 4 മുട്ടയുണ്ടേ. അപ്പോൾ അത് നമ്മൾ കുക്കറിനകത്ത് പൊടികളും വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഡപ്പയിൽ അടച്ച് കുക്കറിനകത്തോട്ട് വെച്ച് കൊടുക്കുക. വൃത്തിയുള്ള ഡപ്പയായിരിക്കണം. അതിനകത്തോട്ട് വെച്ചതിന് ശേഷം ഒരൊറ്റ വിസിലും മതി. നമ്മൾ ആ മുട്ടയും വേവും ഉള്ളിയും വേവും. അപ്പോൾ മുട്ട റോസ്റ്റ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ കണ്ടോ, ഒറ്റ വിസിലിൽ തന്നെ ഞാൻ ഇപ്പോൾ അതിൻ്റെ ആ ചൂടൊക്കെ പോയതിന് ശേഷം തുറന്ന് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 8 or 10 മുട്ട എത്ര വേണേലും നമുക്കതിനകത്ത് അതിനനുസരിച്ചുള്ള പാത്രത്തിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടോ, മുട്ടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ, നമ്മളിതുപോലെ പൊട്ടിച്ച തേങ്ങ ഉണ്ടെങ്കിൽ അതിനകത്ത് സ്വല്പം ഉപ്പുപൊടി ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ പൊട്ടിച്ച തേങ്ങ പുറത്താണെങ്കിലും നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അതിനകത്തൊരു വിഴുവിഴുപ്പ് കാണുമല്ലോ സാധാരണ, അതൊന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തേങ്ങയിൽ ഉപ്പ്
എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പുറത്തോ ഫ്രിഡ്ജിലോ സൂക്ഷിക്കാവുന്നതാണ്. ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തേങ്ങ പെട്ടെന്ന് ചിരവിയെടുക്കാൻ നമുക്ക് ചിരവയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഫോർക്ക് മാത്രം മതി, അത് വെച്ച് പെട്ടെന്ന് ചിരണ്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിരവയൊക്കെ നീക്കിയിട്ട് അതെല്ലാം എങ്കിലും ചിരവ എടുത്ത് വെച്ചിട്ട് ചിരണ്ടുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര പാടല്ലേ. ഇതാകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്നൊരു ചമ്മന്തി മുട്ടക്കറിയോ എന്തിനു വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫോർക്ക് വെച്ചിട്ട്, അത് നല്ല കട്ടിയുള്ള ഫോർക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചിരവിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറിയും വയ്ക്കാം. വളരെ ഈസിയാണ് കേട്ടോ. ഇതിപ്പം ഞാൻ ചിരവയിൽ ചിരണ്ടുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ വേണ്ട ഇതുപോലെ ചിരണ്ടിയെടുക്കുന്നുണ്ടോ. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ചിരവാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. പിന്നെ കാണിച്ച ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.